ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ നത്തലിൻ്റെ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും സവാളയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മളിതൊരു സ്പൂൺ വെച്ചിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നത്തലിൻ്റെ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നത്തലിൻ്റെ കഷ്ണമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നത്തൽ മീൻ കറിയാണ് നമ്മളിവിടെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് വിളമ്പുകയാണ്. അപ്പം നമ്മുടെ നല്ല നത്തൽ മീൻ കറിയും പിന്നെ ചോറും കൂടിയാണ് ഇന്നത്തെ ഉച്ചയൂണ്. അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വൈകുന്നേരം അനിയത്തി വന്നിട്ട് നമ്മളിവിടുന്ന് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ മുറിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ച് വയ്ക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും ഉറുമാമ്പഴമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അനിയത്തി ഇവിടുന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഉറുമാമ്പഴമൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്.